भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. നവരാത്രിയുടെ 3-ാം ദിവസമായ ഇന്ന് കൃഷ്ണഗീതിക എന്ന പുസ്തകത്തിലെ ഏഴകൾക്കെന്നെന്നും അമ്മ എന്ന ഭഗവതിയെ സ്തുതിക്കുന്ന കീർത്തനം ആ അമ്മയുടെ പാദങ്ങളിൽ തന്നെ അക്ഷരപുഷ്പാഞ്ജലിയായി സമർപ്പിക്കുന്നു. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഏഴകൾക്കെന്നെന്നും അമ്മയായി വഴികാട്ടും ഭക്തർക്കു കാളിയമ്മ. ഏഴകൾക്കെന്നെന്നും അമ്മയായി വഴികാട്ടും ഭക്തർക്കു കാളിയമ്മ. ഒഴുകുന്ന പുഴ പോലെ എൻ്റെ ഹൃത്തം കഴുകുന്നു കണ്ണീരാൽ മാതൃപാദം. അമ്മേ അമ്മേ ഭഗവതി അമ്മേ കാളി. അമ്മേ ഭഗവതി അമ്മേ കാളി. ഒഴുകുന്നു കാറ്റുപോൽ നിന്റെ നാമം. തഴുകുന്നു അമ്മേ നിൻ ദിവ്യരൂപം. ഒഴുകുന്നു കാറ്റുപോൽ നിന്റെ നാമം. തഴുകുന്നു അമ്മേ നിൻ ദിവ്യരൂപം. വീഴുമെൻ ജീവനെ താങ്ങിടുവാൻ വാഴുക ദേവി നീ എൻ്റെ ഉള്ളിൽ. അമ്മേ അമ്മേ ഭഗവതി അമ്മേ കാളി. അമ്മേ ഭഗവതി അമ്മേ കാളി. തൊഴുതു നിൽക്കുന്നു ഞാൻ നിന്റെ മുന്നിൽ. എഴുതുന്നു ഭദ്രേ നിൻ കീർത്തനങ്ങൾ. തൊഴുതു നിൽക്കുന്നു ഞാൻ നിന്റെ മുന്നിൽ. എഴുതുന്നു ഭദ്രേ നിൻ കീർത്തനങ്ങൾ. ഏഴഴകുള്ളൊരു കാർവർണ്ണന്റെ താഴെ അവതാരം ചെയ്ത കാളി. അമ്മേ 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 ഭഗവതി അമ്മേ കാളി. അമ്മേ ഭഗവതി അമ്മേ കാളി. കഴിവുകളില്ലാത്തോരെന്നിലെന്നും
കഴിവുകളേകി നീ കാത്തിടണം. കഴിവുകളില്ലാത്തോരെന്നിലെന്നും കഴിവുകളേകി നീ കാത്തിടണം. കഴിവുകളൊക്കെ നിൻ കനിവു തന്നെ, കഴലീണ തേടുന്നു എൻ്റെ ചിത്തം. അമ്മേ 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 ഭഗവതി അമ്മേ കാളി, അമ്മേ ഭഗവതി അമ്മേ കാളി. മഴുവേറിഞ്ഞു കടൽ മാറി നിന്നു, അഴകേറും കേരള ഭൂമിയായി. മഴുവേറിഞ്ഞു കടൽ മാറി നിന്നു, അഴകേറും കേരള ഭൂമിയായി. അഴകുള്ള ദേവി തൻ സന്നിധാനം, അഴലുകൾ നീക്കുന്ന ക്ഷേത്രമായി. അഴലുകൾ നീക്കുന്ന ക്ഷേത്രമായി. അമ്മേ ദേവി ലക്ഷ്മി ഭദ്രേ, അമ്മേ ഭഗവതി അമ്മേ കാളി, അമ്മേ ഭഗവതി അമ്മേ കാളി. അമ്മേ ഭഗവതി അമ്മേ കാളി, അമ്മേ ഭഗവതി അമ്മേ കാളി. അമ്മേ ഭഗവതി ഭദ്രകാളി, അമ്മേ ഭഗവതി ഭദ്രകാളി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം, കരുണാസമുദ്രം രാധാസഹായം, അതിസുന്ദരമന്ദഹാസം, വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 791 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം പാല മുരിക്കുംപുഴ ദേവീക്ഷേത്രത്തിൽ നാളെ ഉച്ചയോടുകൂടി സമർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നാളെ മുതൽ നാളെ വൈകുന്നേരം പാലക്കടുത്ത് തന്നെയുള്ള അന്തിനാട് മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മാഹാത്മ്യത്തോടുകൂടി ആരംഭിക്കുന്നു. ഭഗവാന്റെ അനൽപമായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം ഈ ശ്രീമദ് ഭാഗവത പ്രഭാഷണ പരമ്പര ഇന്നും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഏകാദശ സ്കന്ധം 10ാമത്തെ അധ്യായത്തിൽ 12ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് അനുസ്മരിക്കുന്നത്. ഉദ്ധവന് ഭഗവാൻ നൽകുന്ന ഉപദേശം നമുക്കറിയാം. ഉദ്ധവഗീത എന്നറിയപ്പെടുന്ന ഈ ആത്മതത്വ പ്രകാശനത്തിൽ ഭഗവാന്റെ വാക്കുകൾ ആചാര്യോരനിരാദ്യസ്യാദന്തേവാസ്യുത്തരാരണി തൽസന്ധാനം പ്രവചനം വിദ്യാസന്ധി സുഖാവഹ. ആചാര്യ ഗുരു, ആദ്യ അരണി ഒന്നാമത്തെ അരണി, അന്തേവാസി ആ ശിഷ്യനോ, ഉത്തരാരണി താഴത്തെ അരണി. അങ്ങനെ ആവണം എന്നാണ്. സ്യാദ് ആയിട്ട് തീരും. തൽസന്ധാനം അതിൻ്റെ മഥനം, പ്രവചനം ആണ്. അതിൻ്റെ മഥനം എന്ന് പറയുന്നത് ഗുരുനാഥന്റെ പ്രവചനം. വിദ്യാതു അറിവാകട്ടെ, സുഖാവഹ സുഖത്തെ ഉണ്ടാക്കുന്നതാണ്. സന്ധി അരണികളുടെ സംയോഗജന്യമായ അഗ്നിയാണ് അറിവ്. അപ്പം ജ്ഞാനത്തിൻ്റെ സ്വരൂപത്തെയും പ്രവൃത്തിയെയും അതേപോലെ തന്നെ അനുഭവപ്പെടുന്ന അവസ്ഥാഭേദങ്ങളെയും ഒക്കെ കാണിക്കാൻ എങ്ങനെയാണ് ജ്ഞാനാഗ്നി ഉണ്ടാവുക എന്ന് കാണിക്കുകയാണ്. അഗ്നി കടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അരണി ഉപയോഗിക്കുക. 2 അരണികൾ ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ഉരസുമ്പോഴാണ് അതിന് അഗ്നി ഉണ്ടാവുക. ഇതേപോലെ ഗുരുശിഷ്യന്മാർ അരണികൾക്ക് തുല്യമാണ്. മേൽഭാഗത്തെ അരണി ആചാര്യനും താഴെയുള്ള അരണി ശിഷ്യനുമാണ് എന്ന് ചുരുക്കം. അപ്പം ഇതിനിടയിൽ ആ മഥനം ചെയ്യുമ്പോൾ, കടയുമ്പോൾ അഗ്നി ഉണ്ടാവുന്നു. ഗുരു ചെയ്യുന്ന ഉപദേശവും ശിഷ്യൻ ആ ഉപദേശത്തെ കേട്ട് ചെയ്യുന്ന മനനാദികളും മഥനം പോലെയാണ്.
അതിൽ നിന്നുണ്ടാകുന്ന അഗ്നിയാണ് ജ്ഞാനം. വിഷയാതീതമായ സുഖത്തെ, ആത്മീയമായ സൗഭാഗ്യത്തെ, ഔന്നത്യത്തെ കാണിക്കുന്ന അഗ്നിയാണ് ഇത്. വൈശാരദി സാതിവിശുദ്ധ ബുദ്ധിർധുനോതി മായാം ഗുണസംപ്രസൂതാം ഗുണാംശ്ച സന്ദഹ്യേയഥാത്മമേതൽ സ്വയം ച ശാമ്യത്യസമിത് യഥാഗ്നി. വൈശാരദി, ആ ഏറ്റവും ശ്രേഷ്ഠനായ ശിഷ്യനാൽ സമ്പാദിക്കപ്പെട്ട സാ അതിവിശുദ്ധ ബുദ്ധി, ആ നിർമ്മലമായ ജ്ഞാനം. ഗുണസംപ്രസൂതാം, ഗുണങ്ങളിൽ ജനിക്കപ്പെടുന്ന മായയെ ധുനോതി, നശിപ്പിക്കുന്നു. ഗുണാഞ്ച, ഗുണങ്ങളെയും സന്ദഹ്യ, നന്നായി ദഹിപ്പിച്ചിട്ട് ഏതത് യഥാത്മം, ഈ ലോകം ഏതൊരു ഗുണരൂപമാണോ അതിൻ്റെ നാശം കൊണ്ട് അസമിത് അഗ്നി യഥാ, വിറകില്ലാത്ത അഗ്നി എന്നതുപോലെ സ്വയം ച, ജ്ഞാനവും ശമിക്കും. ശാമ്യതി. അപ്പം ജ്ഞാനം നാനാത്വബുദ്ധിയെയും അഗ്നി ആദ്യാദി പദാർത്ഥങ്ങളെയൊക്കെ ദഹിപ്പിക്കും. ഇതൊരുപോലെയാണെന്ന് പറയുകയാണ്. ഉപദേശം നൽകുന്ന ഗുരു, അത് സ്വീകരിച്ച ശിഷ്യൻ. അപ്പം യോഗ്യതയെ അനുസരിച്ച് ജ്ഞാനം അതിൻ്റെ വിശുദ്ധിയിലേക്ക് എത്തുന്നു. നോക്കൂ, ഒരു ചലനവുമില്ലാതെ പ്രകാശിക്കുന്ന ജ്ഞാനാഗ്നി ഗുണങ്ങളെ ഉണ്ടാക്കുന്ന മായയെയും ഗുണകാര്യങ്ങളായ ദേഹാദി പ്രപഞ്ചത്തെയൊക്കെ നശിപ്പിക്കും, അല്ലെങ്കിൽ ദഹിപ്പിക്കും. അന്യദൃഷ്ടിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ വേറൊന്നുമില്ല, സ്വാത്മാവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദുഃഖത്തിന് കാരണമായ ദേഹാദി സംബന്ധങ്ങൾ മുഴുവൻ ഇല്ലാതെയാവുന്നു. ഗുണങ്ങളും ഗുണകാര്യങ്ങളും ദഹിച്ചു. ഇനി ദഹിക്കാനായിട്ടൊന്നുമില്ല. ഏതുപോലെയാവും? ആജ്യാദി പദാർത്ഥങ്ങൾ മുഴുവൻ നശിക്കുന്നത് വരെ യാഗാഗ്നി ജ്വലിക്കും. അത് കഴിഞ്ഞാലോ ഹവിസ് മുഴുവൻ കത്തിക്കഴിഞ്ഞാൽ പിന്നെ അഗ്നിയില്ല. ഇതേപോലെ അജ്ഞാനത്തെയും അതിന് കാരണമായ പ്രപഞ്ചത്തെയും നശിപ്പിക്കണു. വൃത്തിജ്ഞാനം ഇല്ലാതെയാവണു. ഇതോടെ സർവാത്മഭാവം അദ്വിതീയം എന്ന തലത്തിലേക്ക് എത്തിച്ചേരുന്നു. നോക്കൂ, ഗൃഹസ്ഥാശ്രമികൾ സൂര്യാദിദേവന്മാർക്ക് പലതരത്തിലുള്ള യജ്ഞങ്ങളൊക്കെ നടത്തും, സ്വർഗാദി ലോകങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ മോക്ഷാർത്ഥി ശ്രവണമനനാദികളെ കൊണ്ട് ജ്ഞാനാഗ്നിയെ ജ്വലിപ്പിച്ച് സംസാരത്തിൻ്റെ ആത്യന്തിക നാശത്തെ വരുത്തി മോക്ഷത്തെ നൽകുന്നു. ബാഹ്യമായ അഗ്നിക്കും വിചാരത്തിൽ നിന്നുണ്ടാകുന്ന അറിവാകുന്ന അഗ്നിക്കും ഇങ്ങനെ ഒരു ഭേദമുണ്ട് എന്ന് കാണിക്കുന്നു. അറിയാൻ വേണ്ടി ഒരു ഉപമ. അധൈഷാം കർമ്മകർത്തॄണാം ഭോതൃണാം സുഖദുഃഖയോ നാനാത്വമധ നിത്യത്വം ലോകകാലാഗമാത്മനാം. അഥ, ഇവിടെ കർമ്മകർത്തॄണാം, കർമ്മങ്ങളെ ചെയ്യുന്നവരും സുഖദുഃഖങ്ങളുടെ ഫലത്തെ അനുഭവിക്കുന്നവരും, ഭോക്തൃണാം ആയ ഏഷാം ഈ ജീവന്മാർക്ക് നാനാത്വം ലോകകാലാഗമാത്മനാം, അനേകത്വവും നാനാത്വവും ലോകം, കാലം, ശാസ്ത്രം, ആത്മാവ്, ഇതൊക്കെ നിത്യത്വം, നാശമില്ലായ്മയെയും അവിടെ പറയുന്നു. ആത്മാവ് സ്വയമേവ പ്രകാശിക്കുന്നു. കർത്താവ് ഭോക്താവ് എന്ന വിപരീത ഭാവനകൾ നശിച്ചപ്പോൾ സർവാത്മാവായി താൻ മാത്രം അഹം ബ്രഹ്മാസ്മി, ഈ പരമാത്മജ്ഞാനം ഉണ്ടാവുന്നു. ഇതാണ് അദ്വൈതമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ പറയാണ്, മറ്റു ചിലർ പുറപ്പെടുവിക്കുന്ന ആക്ഷേപങ്ങളെ എടുത്തു കാണിച്ച് അതിൻ്റെ അയുക്തി പ്രകാശിപ്പിച്ച് ഈ നേരത്തെ പറഞ്ഞതിനെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ഭഗവാൻ പറയാണ്, മീമാംസകന്മാര് എന്നറിയപ്പെടുന്നവര് ഈ ആത്മാവിൻ്റെ ഏകത്വത്തെ സമ്മതിക്കില്ല. ആത്മാവ് ഒന്നല്ല, പലതുണ്ട് എന്നാണ് മീമാംസകന്മാരുടെ വാദം. ഓരോരുത്തർ ഓരോ തരത്തിൽ കർമ്മം ചെയ്യണു, ഓരോരുത്തരും ഓരോ തരത്തിലുള്ള സുഖം ഉണ്ടായെന്ന് തോന്നുന്നു. ഒരേ സാധനം എല്ലാവർക്കും ഒരുപോലെ സുഖമല്ല, അല്ലെങ്കിൽ ദുഃഖമല്ല. താനെന്നുള്ള അറിവ് എല്ലാവർക്കുമുണ്ട്. ഈ അറിവിനാൽ അറിയിക്കപ്പെടത്തക്കതാണ് ജീവൻ. എല്ലാ ദേഹത്തിലും ഈ ജീവനുണ്ട്. എങ്കിലും ഓരോ ശരീരത്തിലും ഈ ജീവൻ വെവ്വേറെയാണ്. കർത്തൃത്വം, ഭോക്തൃത്വം ഇത് ജീവനുള്ളതാണ്. ഇങ്ങനെയൊന്നും വികാരങ്ങളില്ലാതെ സർവജീവ സ്വരൂപമായിരിക്കുന്ന പരമാത്മാവ് വേറെയില്ല എന്നൊക്കെയാണ് മീമാംസകന്മാരുടെ വാദം. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ വിരക്തി എന്നൊന്ന് ഉണ്ടാവുകയില്ല. കാരണം സുഖദുഃഖാദികൾ അനുഭവിക്കാനുള്ള സ്ഥാനങ്ങളാണ് ലോകം, കാലം, ആഗമം, ജീവൻ. സുഖസാധനങ്ങളുടെ ലോകം,
അത് അനുഭവിക്കാൻ ഉപകരിക്കുന്ന അവസരത്തിന് കാലം, സമ്പാദിക്കാനുള്ള മാർഗങ്ങളെ അറിയുന്നത് ശാസ്ത്രം, ആഗമം, അനുഭവിക്കുന്നത് ജീവൻ. ഇതൊക്കെ എന്നും ഉണ്ട് എന്നാണ്. ഉള്ളതല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ സമയത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു. അങ്ങനെ ഉണ്ടായി കാണാത്തത് കൊണ്ട് ലോകാദികൾ നിത്യമാണ്, ജീവനുള്ള കർത്തൃത്വാദികൾ സ്ഥിരമാണ്, വൈരാഗ്യം ഉണ്ടാകുന്നതല്ല. മീമാംസകന്മാരുടെ വാദത്തെ ഭഗവാൻ പറയുകയാണ്. എന്നിട്ട് പറയുന്നു, മന്യസേ സർവഭാവാനാം സംസ്ഥാഹ്യൗത്പത്തികീയഥാ തത്തദാകൃതിഭേദേന ജായത്തെ ഭിദ്യത്തെ ചധി. സർവഭാവാനാം എല്ലാ പദാർത്ഥങ്ങളുടെയും സ്ഥിതി ഔത്പത്തികീയഥ ഉൽപ്പത്തിയെ അനുസരിച്ചിരിക്കുന്നത് പോലെ ധി ബുദ്ധിയും തത്തദാകൃതിഭേദേന അതത് വസ്തുക്കളുടെ ആകൃതിഭേദമനുസരിച്ച് ജനിക്കണു, ഭിദ്യതേജ ഭേദിക്കണു എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അവിടെ പറയുകയാണ്, അനുഭവിക്കുന്ന പദാർത്ഥങ്ങൾക്ക് നാശമുണ്ട്, അവ പരമാർത്ഥത്തിലുള്ളതല്ല, മായാമയമാണെന്ന് പറയാൻ പാടില്ല. മീമാംസകന്മാർ പറയാം. കാരണം എന്താ? മാല, ചന്ദനം, സ്ത്രീ ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒന്ന് പോയാൽ അതിൻ്റെ സ്ഥാനത്ത് മറ്റൊന്ന് വരും. അപ്പോൾ പ്രവാഹ രൂപേണ ഇതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പദാർത്ഥങ്ങൾ ലോകത്തിൽ ഇല്ലാത്തൊരവസ്ഥയില്ല. എന്നാൽ കഥാജീ അനീദൃശം ജഗത്ത്, ഒരു കാലത്തും ഇങ്ങനെയല്ലാതെ ലോകമിരിക്കില്ല എന്ന് ശ്രുതിയിലും പറയുന്നുണ്ട്. അതുകൊണ്ട് ലോകങ്ങളും അതിലുള്ള സുഖപദാർത്ഥങ്ങളും എപ്പോഴും ഉള്ളതാണ്. അതേപോലെ തന്നെ ഈ സൃഷ്ടിയുടെ കർത്തൃത്വമായിട്ട് ഒരു ഈശ്വരൻ്റെ ആവശ്യമില്ലാത്തൊരു ഈശ്വരനെ സൃഷ്ടിക്കേണ്ട, ഞാൻ സുഖമുള്ളവൻ, ഞാൻ ദുഃഖമുള്ളവൻ എന്ന് ജനങ്ങൾ പറയുന്നത് പരമാർത്ഥമാണ്. അതുകൊണ്ട് സുഖദുഃഖാനുഭവം പരമാർത്ഥമാണ്, മിഥ്യയല്ല. തന്നെയുമല്ല, ആത്മസ്വരൂപമായും നിത്യമായും ഇരിക്കുന്ന ജ്ഞാനം എന്ന ഒന്നില്ലാത്തതാണ്. ജ്ഞാനമുണ്ട്, പക്ഷേ നിത്യമല്ല, ആത്മസ്വരൂപവുമല്ല. കാരണം ഓരോ പദാർത്ഥങ്ങളുടെ ആകൃതിഭേദത്തെ അനുസരിച്ച് ഓരോ ജ്ഞാനം ഉണ്ടാവുന്നു. അല്പനേരം നിലനിൽക്കുന്നു, നശിക്കുന്നു. അപ്പൊ നാശമില്ലാത്തതായ അറിവാണ് ആത്മസ്വരൂപം എന്ന് പറയുന്നത് ശരിയല്ല. ജ്ഞാനത്തിന്റെ പരിണാമസ്വരൂപമാണ് ആത്മാവിനുള്ളത്. അപ്പോൾ ആത്മാവിന് നാശമുണ്ടോ എന്നും വിചാരിക്കേണ്ട. വികാരം ജ്ഞാനത്തിന്റെ സ്വരൂപമായതുകൊണ്ട് അനിത്യമല്ല, നിത്യമാണ്. വിക്രിയ ജ്ഞാനരൂപസ്യ ന നിത്യത്വേ വിരോത്സ്യത. ജ്ഞാനത്തിന് വികാരം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിത്യമല്ലെന്ന് വരികയില്ല എന്ന് ശ്രുതിയിൽ പറയുന്നു. അതുകൊണ്ട് ആത്മാവിന് ഇന്ദ്രിയാദികൾ എപ്പോഴുമുണ്ട്. മുക്തിയിൽ ഇന്ദ്രിയാദിരഹിതനായ ആത്മാവിന് ജ്ഞാനപരിണാമത്തിന് അവകാശമില്ലാത്തത് കൊണ്ട് ജഡരൂപമായ ആ ആത്മാവിനെ പ്രാപിച്ചിട്ട് ഒരു പുരുഷാർത്ഥ പ്രാപ്തിയും ഇല്ലാത്തത് കൊണ്ട് പ്രവൃത്തി മാർഗമാണ്, കർമ്മമാണ് ശ്രേഷ്ഠം. അതുകൊണ്ട് കർമ്മം ചെയ്യണം എന്നൊക്കെയാണ് മീമാംസകന്മാരുടെ വാദം. ഭഗവാൻ അതും പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഇത് തെറ്റാണ് എന്ന് ഭഗവാൻ പറയുകയാണ്. ഏവമപ്യംഗ സർവേഷാം ദേഹിനാം ദേഹയോഗത കാലാവയവത സന്ധി ഭാവ ജന്മാദയോ സകൃ. ഹേ അംഗ, പൂജ്യനായിരിക്കുന്നവനെ, ഏവമപി ഇങ്ങനെ ആയിരുന്നാലും സർവേഷാം ദേഹിനാം എല്ലാ ജീവികൾക്കും ദേഹയോഗത ശരീര ചേർച്ചയുള്ളത് കൊണ്ട് കാലാവയവത കാലാംശങ്ങളായ നിമേഷാദികൾ കൊണ്ട് ജന്മാദയ ജന്മം മുതലായ വികാരങ്ങൾ അസകൾ സന്ധി എപ്പോഴുമുണ്ട്. ഇവിടെ മീമാംസകന്മാരുടെ വാദത്തെ അത് അനർത്ഥത്തിന് കാരണമാണെന്ന് കാണിക്കാൻ അതിൻ്റെ ദോഷങ്ങളെ ഭഗവാൻ പറയുകയാണ്. ആദ്യം കാര്യം പറഞ്ഞു, പിന്നെ അതിൻ്റെ ദോഷങ്ങളെ പറയാം. ഈ അഭിപ്രായത്തെ സ്വീകരിച്ചാലും പ്രവൃത്തി മാർഗത്തിൽ അനർത്ഥമല്ലാതെ സുഖമുണ്ടാവില്ല, അത് ഉറപ്പാണെന്നാണ്. കാരണം ജീവികൾക്കൊക്കെയും ശരീരബന്ധമുണ്ടെന്ന് മീമാംസകന്മാരിൽ സമ്മതിക്കുന്നുണ്ട്. നിമേഷം മുതൽ സംവത്സരം വരെ, ആ കണ്ണടച്ചു തുറക്കുന്ന സമയം നിമിഷം, അതുമുതൽ ഒരു സംവത്സരം വരെ ക്രമേണ വർദ്ധിച്ച് നാശമില്ലാതിരിക്കുന്ന കാലത്തിനുള്ളിൽ ജന്മമരണാദികൾ പ്രാപിച്ചുകൊണ്ട് തന്നെ ചുറ്റിത്തിരിയാണ് ജീവൻ. അപ്പൊ ദുഃഖത്തിന് അവസാനമില്ല എന്ന് പറയുന്നു. എത്രയെത്ര ശരീര പരിഗ്രഹ തത്ര ദുഃഖം. ദേഹമുള്ളവർക്കൊക്കെ ദുഃഖം അനുഭവിക്കേണ്ടി വരും. മീമാംസകന്മാർക്ക് ഈ വാദത്തെ ഖണ്ഡിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരുടെ മതത്തെ സ്വീകരിച്ചാലും ദുഃഖമില്ല എന്ന് വരില്ല, അപ്പോഴും ദുഃഖമുണ്ട്. ഭഗവാൻ പറയാണ്, അത്രാപി കർമ്മണാം കർത്തുരസ്വാതന്ത്ര്യം ച ലക്ഷ്യത്തെ ഭോക്തുശ്ച ദുഃഖസുഖയോ കോന്വർത്ഥോ വിവശം ഭജൽ. അത്രാപി ഇതിലും കർമ്മണാം കർത്തു കർമ്മങ്ങളുടെ കർത്താവായും
ദുഃഖസുഖങ്ങളുടെ ആ ഭോക്താവായിരിക്കുന്ന ജീവന് സ്വാതന്ത്ര്യമില്ലെന്നുള്ള അവസ്ഥ കാണപ്പെടുന്നു. വിവശം പരാധീനനെ നു അർത്ഥ, എന്തു സുഖമാണ് പ്രാപിക്കാൻ സാധിക്കുക. അപ്പൊ നോക്കുകയാണ്, കർമ്മത്തിന്റെ കർത്താവായും ദുഃഖ ഭോക്താവായിരിക്കുന്ന ജീവൻ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ഇച്ഛയില്ലാത്ത കർമ്മങ്ങൾ നടത്തേണ്ടതായിട്ടും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരും. ഓരോ കാലത്തിൽ ഓരോ കർമ്മങ്ങൾ, ഓരോ ഫലങ്ങൾ അനുഭവിച്ചേ കഴിയുള്ളൂ. അപ്പോ ഏത് സുഖമാണ് അവന് പ്രാപിക്കാൻ സാധിക്കുക. അതുകൊണ്ട് കർത്തൃത്വവും ഭോക്തൃത്വവും സ്ഥിരവും സത്യവുമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സുഖപ്രാപ്തിക്ക് ഒരു വഴിയും കണ്ടെത്താൻ ഈ വാദം കൊണ്ട് സാധിക്കണില്ല. എന്നിട്ട് പറയാണ്, ന ദേഹിനാം സുഖം കിഞ്ചിൽ വിദ്യതേ വിദുഷാമപി തഥാച ദുഃഖം മൂഢാനാം വൃഥാഹങ്കരണം പരം. വിദുഷാമപി, അറിവുള്ളവരാണെങ്കിലും ദേഹിനാം കിഞ്ചിലപി, ദേഹമുള്ളവർക്കൊക്കെ അല്പം സുഖം ന വിദ്യത, ആ സൗഖ്യം ഇല്ല. മൂഢാനം, അറിവില്ലാത്തവർക്കും ദുഃഖവും ആ തരത്തിൽ തന്നെ. അഹങ്കരണം പരം വ്രഥ, അഹങ്കാരം തീരെ വ്യർത്ഥമാണ്. സുഖമില്ലെന്ന് പറയുന്നത് ശരിയല്ല. നന്നായി കർമ്മം ചെയ്യുന്ന അറിവുള്ള ആളുകൾക്ക് സുഖമുണ്ട്. വേണ്ടതുപോലെ പ്രവൃത്തി ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് സുഖം സിദ്ധിക്കാത്തത് എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അറിവുള്ളവർക്കും അല്പം പോലും സുഖമുള്ളതായി കാണപ്പെടുന്നില്ല. വളരെ ഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ്. കുറേ തവണ കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോഴേ ഇത് മനസ്സിലാവും. അപ്പൊ ധനാദികൾ ഉണ്ടാകുമ്പോൾ സുഖമെന്നും നശിക്കുമ്പോൾ ദുഃഖമെന്നും അധ്വാനിക്കുമ്പോൾ ശരീരക്ലേശമെന്നും, അപ്പൊ ഈ ദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ട്. മൂഢന്മാർക്കും ദുഃഖവും സുഖമുണ്ട്, അറിവുള്ള ആളുകൾക്കും ഉണ്ട്. ഞാൻ അറിവുള്ളവൻ എന്ന് അഹങ്കരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. കാരണം വാസ്തവത്തിൽ സുഖമില്ലെങ്കിൽ കേവല നാട്യം കൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? സത്യത്തിൽ നമുക്ക് സുഖമില്ലാതെ സുഖമാണ് എന്ന് നടിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്നിടത്താണ് ആ 18ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. നാളെ 19ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ
ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം
ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.